പച്ച കൊടംപുളി വെച്ചിട്ട് മീൻകറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ലോഗ്. ഇപ്പം മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ വെത്തൽ മീനാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് എനിക്ക് ഈ വെത്തൽ മീനാണ് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് മീൻകറി തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വെത്തൽ മീൻ നന്നാക്കി എടുക്കാറിന് ഇത്തിരി പ്രയാസമുള്ളതാണ്. അപ്പോൾ നമുക്ക് കത്രിക വെച്ചിട്ടാണെന്നുവെച്ചെങ്കിൽ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കത്തി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് കത്രിക വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ ഇതേ രീതിയിലാണ് എപ്പോഴും വെത്തൽ മീൻ നന്നാക്കി എടുക്കൽ. വലിയ മീനാണെങ്കിൽ മാത്രമാണ് കത്തി എടുക്കാറുള്ളൂ. മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കൊടംപുളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെയാണ് കുടംപുളി ഇട്ടിട്ടും കറി തയ്യാറാക്കുന്നത്. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചത് കാരണം പെട്ടെന്നൊന്നും വഴന്ന് കിട്ടില്ല. അപ്പം നമ്മൾ പച്ച കുടംപുളി വെച്ചിട്ട് കറി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവർ ഇതേപോലെ കുടംപുളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കറി തയ്യാറാക്കി നോക്കണം. കറിക്ക് നല്ല കളറും കിട്ടും, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പകുതി ഭാഗം എടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല പുളി ഉണ്ടാവും. ഒരു എത്ര കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ തന്നെ ധാരാളമായിരിക്കും. തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ട മുളക് പൊടിയിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പുളിവെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുളി ഇടാത്ത കാരണമാണ് ഞാൻ ഈ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കുടംപുളി വെച്ചിട്ട് ഇങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. സാധാരണ എല്ലാവരും ഉണങ്ങിയ കുടംപുളി വെച്ചിട്ടാണ് കറി തയ്യാറാക്കൽ. പച്ച കുടംപുളി വെച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കണം. അപ്പം ഞാൻ വെത്തൽ മീൻ മുഴുവനായിട്ടൊന്നും കറിയിൽ ഇട്ട് കൊടുക്കുന്നില്ല. കറി വെച്ച ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് മീനാണ് കറിയിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മീൻകറി തയ്യാറായി കിട്ടി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഞാൻ മൂപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ടിട്ട് ഇതേപോലെ കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കളറോട് കൂടിയിട്ടുള്ള മീൻകറി നമുക്ക് തയ്യാറായി കിട്ടി. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.